കേരളത്തിൽ കാലവർഷം എത്താനിരിക്കെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ പങ്കെടുക്കും. അതിനിടെ കാലവർഷം എത്താൻ വൈകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അജ്മൽ തിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജ്മൽ, ഇന്നിപ്പോൾ ഏതെങ്കിലും ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ടോ? പ്രത്യേകിച്ച് വേനൽമഴ ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. മാത്രമല്ല, മഴ എത്താനിരിക്കെ ഇന്നിപ്പോൾ നിർണായക യോഗം നടക്കുന്നു. ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും? എന്തൊക്കെ ചർച്ചയാകും? പ്രഭിത, ഇപ്പോൾ നിലവിൽ ഇന്ന് ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ഏതായാലും കാലവർഷം എത്താനിരിക്കെ സംസ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ ഈ മഴ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളുടെ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ കളക്ടർമാർ അടക്കം പങ്കെടുക്കും. ഇപ്പോൾ ഈ കാലവർഷം കേരളത്തിൽ എത്തുന്നതിന് മുന്നോടിയായി സാധാരണ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായുള്ള യോഗങ്ങൾ നടക്കാറുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നൊരുക്കങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉറപ്പാക്കുക, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ അത് ഇടിഞ്ഞു വീഴാതെ അതിൻ്റെ ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാതെയൊക്കെ ഇരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള യോഗം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്ത് ഇന്നലെ പി കെ ബഷീർ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ചർച്ചകൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഇന്ന് ഈ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് കാലവർഷം കേരളത്തിൽ എത്തുന്നതിന് മുമ്പായി സ്വീകരിക്കേണ്ട മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള യോഗം നടക്കുക. വിവിധ ജില്ലകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ, അതോടൊപ്പം തന്നെ ഇത്തരം മുൻകരുതലുകളുടെ ഭാഗമായുള്ള ചർച്ചകളൊക്കെ അതിൽ നടക്കും. അതുകൂടാതെ ഈ കാലവർഷം കേരളത്തിൽ എത്താൻ വൈകുമെന്നാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. കാരണം ഈ മാസം 26 കേരളത്തിൽ ഈ കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വൈകുമെന്ന് പറയുന്നു. അത് മെയ് 28 ജൂൺ 3 ഇടയിലാണ് കാലവർഷം കേരളത്തിൽ എത്തുക എന്നാണ് പറയുന്നത്. ഏതായാലും കാലവർഷം കേരളത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഇപ്പോഴും വേനൽമഴ ശക്തമായി തുടരുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് വേനൽമഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രഭിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.